ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാലം എത്രയൊക്കെ മാറി മറിഞ്ഞാലും ഏതെല്ലാം തരത്തിലുള്ള ചെടികൾ വന്നാലും റോസാ ചെടികളോടുള്ളൊരു ഇഷ്ടം അതെല്ലാവരിലും എന്നും ഒരേപോലെ നിൽക്കുന്നൊരു കാര്യമാണല്ലേ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൂട്ടം റോസാ ചെടികളുമായിട്ടാണ്. അതിനകത്ത് ഫസ്റ്റ് കാണുന്നത് ഇതേപോലെ വലിയ ചട്ടിയിൽ നിൽക്കുന്ന ഓർക്കിഡ് റോസാണ് കേട്ടോ. സെയിം പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ തരുന്നത്. അത്യാവശ്യം നല്ല വലിയ ചട്ടി നിറയെ നിൽക്കുന്ന ഓർക്കിഡ് റോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ബഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ ഒന്നുമല്ല, ഓൺ റൂട്ട് പ്ലാന്റ് ആണ്. ഓർക്കിഡ് റോസ് അല്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ വേറെയും ഒരുപാട് റോസാ ചെടികളുണ്ട്. ഇനി അടുത്തതായിട്ട് കാണുന്നത് നമ്മൾ ക്രീപ്പർ റോസാണ് കേട്ടോ. റെഡ് ക്രീപ്പർ റോസൊക്കെ അന്വേഷിച്ച് നമുക്ക് ഡെയിലി എൻക്വയറീസ് വരുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് റോസാ ചെടികളെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഈ ഓർക്കിഡ് റോസിനകത്ത് ഒട്ടും മുള്ളില്ലാത്ത ഒരു റോസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുള്ള വീടുകളിലൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഒരുപാട് ചേച്ചിമാർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഞങ്ങളുടെ വീട്ടിലെല്ലാം കുട്ടികളുണ്ട്, അപ്പോൾ റോസാ ചെടി വെക്കണമെന്ന് താല്പര്യമുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് ദോഷമാവാത്ത രീതിയിൽ വരുന്ന ചെടികളുണ്ടോ, മുള്ളില്ലാത്ത റോസാ ചെടികളുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു റോസാണ് കേട്ടോ ഈ ഓർക്കിഡ് റോസ്. അപ്പോൾ ഇതിന് ഒട്ടും മുള്ളില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തണ്ടിൻ്റെയും പകുതി ഭാഗം മുതൽ മേൽഭാഗത്തേക്ക് കുല കുത്തി പൂക്കളുണ്ടാകും എന്നുള്ളതാണ് കേട്ടോ. ഓരോ പ്ലാന്റ്സിൻ്റെയും റേറ്റും കാര്യങ്ങളും നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.